നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിയും മുട്ടയും കൂടിയുള്ള ഒരു പുഴുക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ കപ്പ കഴുകി എടുത്തിട്ടുണ്ട്. കപ്പ കഴുകി എടുത്തു. ഇനി നമുക്ക് അതിലിത്തിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. സവോള, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില. ഇനി നമുക്ക് 2 പച്ചമുളകും കൂടി ഇതിലേക്ക് അരിഞ്ഞിടാം. ഇത് നമുക്ക് വാട്ടാൻ, എന്നിട്ട് ഉള്ളി അടുപ്പത്ത് വെച്ചത് വാട്ടണം. 1 സ്പൂൺ ജീരകം, അത് നമ്മൾ ഈ ഇടിക്കല്ലില് ചതച്ച് അതിലിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോന്നും മൊരിയിച്ചെടുക്കാം. 2 മുട്ട നമുക്കത് പൊരിച്ചെടുക്കാം. 2 തരി ഉപ്പ് ഇട്ട് കൊടുക്കാം. മുട്ട പൊരിച്ചത് വാങ്ങി വയ്ക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതൊക്കെ തിരിച്ച് ഇത്തിരി ആട്ടി എടുക്കാം. സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ 2 മണി നല്ല ജീരകം ഒക്കെ കൂടി നമ്മളത് ആട്ടിയെടുക്കുക. സവോള, പച്ചമുളക് ഇതൊക്കെ ഒരുവിധം നന്നായി വാടിയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 തരി ഉപ്പും 2 തരി മഞ്ഞൾപ്പൊടിയും ഇട്ടുണ്ട് കേട്ടോ. അതിൽ ഇട്ടിട്ടാണ് ഇത് വാട്ടാൻ വെച്ചപ്പോൾ ഇട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ഇത്തിരിയോളം തേങ്ങ ഇതിൽക്കിടാം. ഇതിന് സവോളയും ഒക്കെ വാടി. ഇനി നമുക്ക് പൊരിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതിലേക്ക് ഇടാം. ഇപ്പൊ നമ്മുടെ കൊള്ളിപ്പുഴുക്ക് റെഡിയായി. മക്കളെ, ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.